പാൽക്കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് കണ്ട് കൊതി പിടിച്ചപ്പോൾ ഞാൻ കുറച്ച് കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിറ്റേന്ന് തന്നെ അതുണ്ടാക്കി കഴിക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ അടപടലം പഞ്ചറായിപ്പോയി. എൻ്റെ വയ്യാഴിക കാരണം കപ്പക്കുട്ടന്മാർ 2 ദിവസം മുറത്തിനകത്ത് തന്നെ വിശ്രമിച്ചു. മൂന്നാമത്തെ ദിവസം ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് എടുത്തു. ഇനി അവരെ സങ്കടപ്പെടുത്തണ്ടെന്ന് ഓർത്തിട്ട്. എന്നിട്ടും ഒരു കപ്പയുടെ പകുതിയൊക്കെ കറുപ്പ് വീണിട്ടുണ്ടായിരുന്നേ. ബാക്കിയൊക്കെ ഞാൻ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വാർത്തെടുത്തിട്ടുണ്ട്. കുറച്ച് കാന്താരിയും ചുവന്നുള്ളിയും കൂടെ ചതച്ചെടുത്ത് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് വെന്ത കപ്പയ്ക്കകത്തോട്ട് ഞാൻ 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് നല്ലതുപോലെ ഉടച്ച് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കാന്താരിയും അങ്ങോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കാം, വേണമെങ്കിൽ ചേർക്കാം. പിന്നെ നമ്മൾ കടുക് താളിക്കുക, ചുവന്നുള്ളി അരിഞ്ഞതിട്ടു, കറിവേപ്പില ഇട്ടു, അത് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, പാൽക്കപ്പ റെഡിയായി. ഇതിൻ്റെ കൂടെ ഇവിടെ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറിയോ ബീഫോ ഏതായാലും നല്ല കോമ്പിനേഷനാണ്. ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. ആദ്യമൊക്കെ ഇതിൻ്റെ വീഡിയോ കണ്ടപ്പം കപ്പയിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് എന്തോ ഇനി കൊള്ളാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതൊരു ഒന്നൊന്നര രുചിയാണെന്ന് ഇത് കഴിച്ചപ്പോൾ മനസ്സിലായി കേട്ടോ. കൊതി അടക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചൂടോടെ വിളമ്പി. എൻ്റെ കൈയൊക്കെ ഒന്ന് പൊള്ളി, എന്നിട്ടും കൊതി പിടിച്ച് ഞാനതങ്ങ് കഴിച്ചു. സൂപ്പറായിരുന്നു.